ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിച്ചുട്ടൻ്റെ അലമാര. അതായത് അവനിപ്പോൾ രണ്ടാം പിറന്നാൾക്ക് അവൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ അലമാരയാണ് ഇത്. ഫസ്റ്റ് പിറന്നാൾക്ക് ഒരു ജീപ്പാണ് കിട്ടിയത്. അപ്പോൾ രണ്ടാം പിറന്നാൾക്ക് അങ്ങനെ ജീപ്പ് തന്നെ വേണം, അല്ലെങ്കിൽ വല്ല സൈക്കിളോ ഇതിലിപ്പോൾ വേണ്ട. അലമാര ആയാലും അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും അവൻ്റെ ആയിട്ടുള്ള അവന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ അതിൽ വെക്കാൻ വിചാരിച്ചിട്ട് അവനായിട്ട് സെറ്റാക്കി കൊടുത്തതാണ് ഈ അലമാര. അപ്പോൾ അതിൽ ഇപ്പോൾ ചൂട് കാലമാണല്ലോ, അപ്പോൾ അവനിട്ട മാതിരിയുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കുറച്ചുണ്ട്. അപ്പോൾ ഒക്കെ താഴെ കൊണ്ട് എടുക്കുമ്പോൾ എപ്പോഴും മേലുള്ള അത് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ നല്ല ഡ്രസ്സാണെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അലമാര തുറക്കൽ തന്നെയാണ് മൂപ്പർക്ക് പണി. അപ്പോൾ അത് വലിച്ചിട്ടിട്ട് ആകെ കുഴക്കട്ടായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ശരിയാക്കാൻ വിചാരിച്ച് അതിൻ്റെ ഇടയിൽ ഫോണ് എവിടെയാണോ ഇരിക്കണം, ഫോണ് കണ്ട പാട്ട് പറഞ്ഞിട്ട് ഫോണിൻ്റെ അടുത്തേക്ക് വരും. പക്ഷെ ഒരുവിധം കുറുമ്പ് കാട്ടുമ്പോൾ കൊടുക്കാറില്ല. അപ്പോൾ ഇതിനു വേണ്ടി പറയല്ല, സ്വാഭാവികമായിട്ടും അത്രയും കാട്ടാറ്. കൊടുക്കാറില്ല എന്ന് പറയണില്ല, പക്ഷേ കൊടുക്കലുണ്ട്. പക്ഷെ കുറുമ്പ് കാട്ടുമ്പോൾ കൊടുക്കലില്ല. അപ്പോൾ രാത്രി ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി കൂടെ ആണെങ്കിൽ അവനും അത് കളിച്ചുകൊണ്ട് നടക്കും. അത് ഈ ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാവുണ്ട്. പകലാണ് നല്ല ചൂട്. ഇനിയിപ്പോൾ രാത്രി പോയി പറഞ്ഞാൽ ഫാനുണ്ട്, കറണ്ട് ഉണ്ടെങ്കിൽ വലിയ ചൂട് ഞങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. എല്ലാവരും പറയും ഇപ്പോൾ ആസ്പെറ്റോസ് ആവുകൊണ്ട് ഭയങ്കര ചൂടാവില്ലേ കുട്ടിനെയും കൊണ്ട് എങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അത് ഇതുവരെയായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇനി ഉണ്ടായിട്ടും കാര്യമില്ല, കാരണം നമുക്ക് താമസിക്കേണ്ടടുത്ത് നമ്മൾ തന്നെ താമസിക്കണമല്ലോ. അപ്പോൾ കുറച്ച് ട്രൗസറൊക്കെ കളറ് ഷെയ്ഡായത് നമ്മൾ നല്ല ഡ്രസ്സിൽ പെയർ സെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വീട്ടിലിടാൻ ഉപയോഗിക്കാമല്ലോ വെച്ചിട്ട് അതൊക്കെ മാറ്റി മറിച്ചൊക്കെ വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൻ തന്നെ ഞാനൊന്ന് നേരാക്കുമ്പോൾ തിരിച്ചും മറിച്ചും അത് കേടെത്തലാണ് പരിപാടി. ഇപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. നമ്മളെന്താണോ ചെയ്യണതിനൊപ്പം സഹായിക്കുകയും ചെയ്യും, നേരെ തിരിച്ചും ചെയ്യും. പക്ഷെ എനിക്ക് ഇവരെ കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. എനിക്കെപ്പോഴും ഒരു കൈത്താങ്ങായിട്ട് ഈ ചെറുപ്രായത്തിൽ തന്നെ അതിന് സഹായിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോന്ന് ചെയ്തു തരുമ്പോഴും എനിക്ക് സന്തോഷം അല്ലെങ്കിൽ ചിലപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാവരും കാണുമ്പോൾ പറയാം എന്തിനീ കുഞ്ഞു കുട്ടീനെ കൊണ്ട് പണിയിപ്പിക്കണം. പക്ഷെ അത് അവനായിട്ട് സ്വയം ചെയ്യുന്നതാണ്. സ്വയം ചെയ്യണ കുട്ടികൾ വലുപ്പത്തിക്കും നമുക്ക് നമ്മളെ സങ്കടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ സ്വയം ചെയ്യുകയാണെങ്കിൽ അത് അത്രയും നമുക്ക് തന്നെയാണല്ലോ, സന്തോഷമാണല്ലോ. അപ്പോൾ ഞാനും തന്നെ ചെയ്യണേന് അതിർക്ക് പിന്നീട് ഇതാക്കല്ല, ചെയ്യണ്ടെന്ന് പറയാറില്ല. ചെയ്യണേ ചെയ്തോട്ടെ. ഇനി കുട്ടിയാണെങ്കിൽ പോലും ചെയ്ത് വളർന്ന കുട്ടികളാണ് പിന്നേക്ക് അവർക്ക് എന്ത് സഹായത്തിനും ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഈ കാണാൻ ഇത് ഞങ്ങളെ കല്യാണത്തിന് മുന്നുള്ള ഫോട്ടോ ആണ്. പിന്നെ പോക്കറ്റിൽ കയറ്റിക്കണത് റിച്ചുവിൻ്റെ രണ്ടാം പിറന്നാൾക്ക് എടുത്തതും ഇത് ഫസ്റ്റ് പിറന്നാൾക്ക് എടുത്തതുമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയണത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.